അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 12 ബുധനാഴ്ച. നാടുകടത്തൽ വിഷയത്തിൽ ട്രംപിനെ വിമർശിച്ച് മാർപ്പാപ്പ. അനധികൃത കുടിയേറ്റക്കാരോടുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയം മോശമായി അവസാനിക്കുമെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുന്നറിയിപ്പ്. USലുള്ള ബിഷപ്പുമാർക്കയച്ച കത്തിലാണ് ട്രംപിന്റെ നയത്തെ മാർപ്പാപ്പ വിമർശിച്ചത്. അനധികൃത കുടിയേറ്റക്കാരെല്ലാം കുറ്റക്കാരല്ലെന്നും അദ്ദേഹം കത്തിൽ പറഞ്ഞു. അമേരിക്കയുടെ ചുവട് പിടിച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലിന് UK-യും ഒരുങ്ങുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും അധികം ആളുകൾ കുടിയേറിയിട്ടുള്ള രാജ്യങ്ങളിലൊന്നാണ് ബ്രിട്ടൻ. വിദ്യാർത്ഥി വിസകളിൽ UK-യിൽ എത്തിയിട്ടുള്ളവർക്ക് തൊഴിൽ ചെയ്യുന്നതിനുൾപ്പെടെ നിയന്ത്രണങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ യുണൈറ്റഡ് കിങ്ഡം ലേബർ ഗവൺമെന്റാണ് അനധികൃതമായി ബ്രിട്ടനിൽ ജോലി ചെയ്യുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി ഇന്ത്യൻ റെസ്റ്റോറന്റുകൾ, നെയിൽ ബാറുകൾ, കടകൾ, കാർ വാഷിംഗ് കേന്ദ്രങ്ങൾ തുടങ്ങിയവയിൽ അനധികൃത ജോലി ചെയ്യുന്നവരെ കണ്ടെത്തുന്നതിനുള്ള പരിശോധനകൾ ആരംഭിച്ചു. അമേരിക്ക ഇന്ത്യക്കാരെ കുറ്റവാളികളെ പോലെ നാടുകടത്തിയത് ഇന്ത്യയോടുള്ള അനാദരവായി കാണാൻ ഭരണാധികാരികൾക്ക് നട്ടെല്ലില്ലാതെ പോയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അനധികൃത കുടിയേറ്റം ആരോപിച്ച് അമേരിക്ക നാടുകടത്തിയ ഇന്ത്യക്കാരെ കൈയിലും കാലിലും വിലങ്ങിട്ട് ബന്ധിച്ചത് മനുഷ്യത്വരഹിതമായ നടപടിയെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി അമേരിക്കയുടെ ഈ നടപടിയെ ന്യായീകരിക്കുകയാണ് ചെയ്തതെന്നും കുറ്റപ്പെടുത്തി. ജെറുസലേം ആസ്ഥാനമായി പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഇതിനാവശ്യമായ നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾ മുന്നിട്ടിറങ്ങണമെന്നും പലസ്തീന്റെ മണ്ണ് കൈയടക്കി വെച്ചിരിക്കുന്നവർ തിരിച്ചു നൽകണമെന്നും ആവശ്യപ്പെട്ട അദ്ദേഹം വില കൊടുത്തു വാങ്ങാൻ ഗസ റിയൽ എസ്റ്റേറ്റ് ഭൂമിയല്ലെന്നും പറഞ്ഞു. കേരള മുസ്ലിം ജമാഅത്ത് പദ്ധതി പ്രഖ്യാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വകാര്യ സർവകലാശാലകൾ സംസ്ഥാനത്ത് ആരംഭിക്കാൻ ഒരുങ്ങുന്നത് വിദ്യാഭ്യാസ കച്ചവടത്തിനല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂരിൽ CPM ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDFും സർക്കാരും ഒരു കാര്യം ചെയ്താൽ അത് സാമൂഹിക നീതി ഉറപ്പാക്കി മാത്രമേ ചെയ്യൂവെന്നും സ്വകാര്യ സർവകലാശാലകളിൽ പൊതുസംവരണം ഉണ്ടാകുമെന്നും ഇത് സംബന്ധിച്ച ചർച്ചകൾ തുടരുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. LDFും സർക്കാരും ചെയ്യുന്നതിനെ അനാവശ്യമായി വിമർശിക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ UDF സർക്കാരുകൾ കൊണ്ടുവന്ന പുരോഗമനപരമായ എല്ലാ മാറ്റങ്ങളെയും അന്ധമായി എതിർക്കുകയും പിന്നീട് ആശ്ലേഷിക്കുകയും ചെയ്ത ചരിത്രമാണ് CPMനുള്ളതെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ MP. CPMന്റെ അപരിഷ്കൃത നയങ്ങൾ മൂലം യുവജനങ്ങൾ വിദ്യാഭ്യാസത്തിനും തൊഴിലിനും വേണ്ടി കേരളത്തിൽ നിന്ന് പലായനം ചെയ്യുമ്പോൾ സ്വകാര്യ സർവകലാശാല തുടങ്ങാനുള്ള തീരുമാനം വൈകി ഉദിച്ച വിവേകമാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്വകാര്യ സർവകലാശാലകളിൽ സാമൂഹിക നീതിയും മെറിറ്റും ജനാധിപത്യ അവകാശങ്ങളും ഉറപ്പാക്കണമെന്ന് SFI. വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉയർന്നുവരുന്ന ആശങ്കകൾ അനുഭാവപൂർവ്വം പരിഗണിച്ചും വിദ്യാർത്ഥി സംഘടനകളോട് ചർച്ച ചെയ്തും മാത്രമേ സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭ പാസാക്കാൻ പാടുള്ളൂ എന്ന് സംസ്ഥാന സർക്കാരിനോട് SFI സംസ്ഥാന പ്രസിഡന്റ് K അനുശ്രീ, PM ആർഷോ എന്നിവർ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. ആയുധ കച്ചവടം ഉറപ്പിക്കാനാണ് പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂരിൽ CPM ജില്ലാ സമ്മേളനത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അമേരിക്ക സന്ദർശിച്ചതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുന്നതെന്നും 2 സന്ദർശനങ്ങളും യാദൃശ്ചിക സന്ദർശനമായി കാണാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് വയനാട്ടിൽ ഇന്ന് ഹർത്താൽ. ഫാർമേഴ്സ് റിലീഫ് ഫോറവും തൃണമൂൽ കോൺഗ്രസും പ്രഖ്യാപിച്ച ഹർത്താൽ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളൊന്നും ഹർത്താലിനെ പിന്തുണച്ചിട്ടില്ല. ഹർത്താലുമായി സഹകരിക്കില്ല എന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നിലപാട്. ക്യാൻസർ രോഗനിർണയവും ചികിത്സയും കൂടുതൽ കാര്യക്ഷമമാക്കാൻ സംസ്ഥാനത്ത് ക്യാൻസർ ഗ്രിഡ് സംവിധാനം നിലവിൽ വന്നു.
സംസ്ഥാനത്തെ വിവിധ ക്യാൻസർ പരിശോധനാ കേന്ദ്രങ്ങളുടെയും ചികിത്സാ സൌകര്യമുള്ള ആശുപത്രികളുടെയും പരിശോധനാ കേന്ദ്രങ്ങളുടെയും റീജിയണൽ ക്യാൻസർ സെന്ററുകളുടെയും ഒരു ശൃംഖലയാണ് ഇത്. സംസ്ഥാനത്തെമ്പാടും ഒരേ തരത്തിൽ ഉയർന്ന നിലവാരമുള്ള ക്യാൻസർ പരിചരണം ലഭ്യമാക്കുകയാണ് ക്യാൻസർ ഗ്രിഡിന്റെ ലക്ഷ്യമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. കോഴിക്കോട് ജില്ലയിൽ മലയോര ഹൈവേയുടെ പ്രവൃത്തി പൂർത്തീകരിച്ച തിരുവമ്പാടി മണ്ഡലത്തിലെ കോടഞ്ചേരി കക്കാടം പൊയിൽ റോഡിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 15 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. വൈകിട്ട് 3 മണിക്ക് കൂടരഞ്ഞി സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിലാണ് പരിപാടി. കേരള സാങ്കേതിക സർവകലാശാല മുൻ വിസി സിസ തോമസിന് ഒരാഴ്ചയ്ക്കകം സംസ്ഥാന സർക്കാർ പെൻഷനും കുടിശ്ശികയും നൽകണമെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഉത്തരവ്. 2023 വിരമിച്ച ശേഷം സിസ തോമസിന് ഇതുവരെ ആനുകൂല്യങ്ങളൊന്നും നൽകിയിരുന്നില്ല. സർക്കാരിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് സിസയുടെ പരാതിയിൽ ട്രിബ്യൂണലിന്റെ ഉത്തരവ്. സർക്കാർ നോമിനികളെ മറികടന്ന് അന്നത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് സിസ തോമസിനെ KTU വിസിയായി നിയമിച്ചത്. പകുതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി അനന്തകൃഷ്ണന്റെ ജാമ്യാപേക്ഷ മൂവാറ്റുപുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളി. അനന്തു പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരനാണെന്ന് കോടതി പറഞ്ഞു. അനന്തകൃഷ്ണനെതിരെ മറ്റ് പോലീസ് സ്റ്റേഷനുകളിലും കേസുണ്ട്. ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. പാതിവില തട്ടിപ്പിൽ കേസെടുത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാണ് ഇഡിയുടെ കൊച്ചി യൂണിറ്റ് കേസ് രജിസ്റ്റർ ചെയ്തത്. സംസ്ഥാനത്തെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടതിന് പിന്നാലെയാണ് ഇഡി കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. കൊച്ചി കയർ ബോർഡ് ജീവനക്കാരി ജോളി മധുവിന്റെ മരണത്തിൽ ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകി കുടുംബം. കയർ ബോർഡ് ഓഫീസിലെ 4 ഉദ്യോഗസ്ഥർക്കെതിരെയാണ് പരാതി. അഴിമതിക്കെതിരെ പ്രതികരിച്ചതിന് ജോളിക്കെതിരെ പ്രതികാര നടപടി സ്വീകരിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. ആരോപണങ്ങൾ പരിശോധിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ കയർ ബോർഡ് നിർദ്ദേശം നൽകി. ജമാഅത്തെ ഇസ്ലാമിയുടെ സക്കാത്തിനെതിരെ വിമർശനവുമായി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. ബൈത്തു സക്കാത്തിന്റെ കമ്പനിയെ ആരും വിശ്വസിക്കരുതെന്നും അതിൽ ആരും പെട്ടുപോകരുതെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ സംഘടിത സക്കാത്തുമായി ഒരു കൂട്ടർ വരികയാണെന്നും നിസ്കാരവും നോമ്പും എല്ലാം തെറ്റിച്ചവരാണ് അവരെന്നും കാന്തപുരം പറഞ്ഞു. സക്കാത്ത് എന്ന സൽക്കർമ്മം മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നതെന്നും അതുകൂടി നശിപ്പിക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും മുതലാളിമാരെ കബളിപ്പിച്ചാണ് അവർ സംഘടിത സക്കാത്ത് നടപ്പാക്കാൻ പോകുന്നതെന്നും ആ സംഖ്യ മറ്റു മാർഗത്തിലേക്ക് ചെലവഴിക്കാനാണ് അവർ നീക്കം നടത്തുന്നതെന്നും കാന്തപുരം പറഞ്ഞു. പത്തനംതിട്ട അടൂരിൽ 5ാം ക്ലാസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ മാധ്യമങ്ങളെ കണ്ട് ഡിവൈഎസ്പി ജി സന്തോഷ്. വളരെ ഗുരുതരമായിട്ടാണ് കുട്ടിയെ ഉപദ്രവിച്ചിരിക്കുന്നതെന്നും സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നതായും ഡിവൈഎസ്പി അറിയിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ അയൽവാസിയായ 16 വയസ്സുകാരനും ബന്ധുവായ എറണാകുളം സ്വദേശിയായ 19കാരൻ സുധീഷുമാണ് പിടിയിലായത്. പ്രായപൂർത്തിയാകാത്തയാളെ ജുവൈനൈൽ ബോർഡിന് മുൻപാകെയും സുധീഷിനെ മജിസ്ട്രേറ്റിന് മുൻപാകെയും ഹാജരാക്കി. പ്രതി സുധീഷിനെ റിമാൻഡ് ചെയ്തു. സംസ്ഥാനത്തെ ഉയർന്ന താപനില കണക്കിലെടുത്ത് ജോലി സമയം പുനഃക്രമീകരിച്ച ലേബർ കമ്മീഷണർ. ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണിവരെ തൊഴിലാളികൾക്ക് വിശ്രമം നൽകണമെന്നാണ് ലേബർ കമ്മീഷണർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാവിലെ 7നും വൈകിട്ട് 7നും ഇടയിൽ 8 മണിക്കൂറാക്കി ജോലി സമയം ക്രമീകരിക്കണം. ഫെബ്രുവരി 11 മുതൽ മെയ് 10 വരെയാണ് നിയന്ത്രണം. തൊഴിലാളികൾക്ക് സൂര്യാഘാതമേൽക്കാനുള്ള സാഹചര്യം കണക്കിലെടുത്താണ് നടപടി. സംസ്ഥാനത്ത് ചൂട് കനക്കുന്ന സാഹചര്യത്തിൽ വളർത്തുമൃഗങ്ങൾക്കും തണലൊരുക്കണമെന്ന് മൃഗസംരക്ഷണ വകുപ്പിന്റെ നിർദ്ദേശം. നിർജ്ജലീകരണം തടയാൻ തണുത്ത കുടിവെള്ളം ലഭ്യമാക്കണമെന്നും നിർദ്ദേശമുണ്ട്. പകൽ 11നും ഉച്ചയ്ക്ക് 3നും ഇടയിൽ കന്നുകാലികളെ തുറസായ സ്ഥലങ്ങളിൽ മേയാൻ വിടരുതെന്നാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സിൽവർ ലൈനിൽ സമവായമുണ്ടാക്കാനായി കെയ്റെയിലും റെയിൽവേയുമായി നടന്ന ചർച്ചയിൽ ഉണ്ടായത് രൂക്ഷമായ തർക്കമെന്ന റിപ്പോർട്ടുകൾ. ഡിസംബർ 6ന് ദക്ഷിണ റെയിൽവേ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും കെയ്റെയിൽ അധികൃതരും നടത്തിയ ചർച്ചയാണ് രൂക്ഷമായ വാക്കുതർക്കത്തിലേക്ക് നീങ്ങിയതെന്ന് യോഗത്തിന്റെ മിനിറ്റ്സ് വ്യക്തമാക്കുന്നു.
ഈ ചർച്ച ഉടക്കി പിരിഞ്ഞതോടെയാണ് സിൽവർ ലൈനിൽ സുപ്രധാന വിഷയങ്ങളിൽ മാറ്റം വരുത്താനാകില്ലെന്ന് റെയിൽവേയെ കെ-റെയിൽ അറിയിച്ചത്. മന്ത്രി എം.പി. രാജേഷിനെ നിയമസഭയിലെ ചട്ടം പഠിപ്പിച്ച് സ്പീക്കർ എ.എൻ. ഷംസീർ. ചർച്ചയ്ക്കിടെ സ്പീക്കറുടെ അനുവാദമില്ലാതെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദ്യം ഉന്നയിക്കുകയും മന്ത്രി മറുപടി പറയുകയും ചെയ്തതോടെയാണ് സ്പീക്കർ ഇടപെട്ടത്. ഇങ്ങനെ ചെയ്താൽ ഇനി മുതൽ മന്ത്രിക്ക് ഉൾപ്പെടെ മൈക്ക് നൽകില്ലെന്ന് സ്പീക്കർ മുന്നറിയിപ്പ് നൽകി. ഇതോടെ ക്ഷമ ചോദിക്കുന്നുവെന്ന് പറഞ്ഞ എം.പി. രാജേഷിനോട് ക്ഷമ പറയേണ്ട ആവശ്യമില്ലെന്നും ചട്ടപ്രകാരം അനുസരിക്കേണ്ട കാര്യമാണെന്നും ഷംസീർ മറുപടി നൽകി. ഹയർ സെക്കൻഡറി പൊതുപരീക്ഷ രാവിലെയാക്കുക സാധ്യമല്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിൽ. തിരൂർ എം.എൽ.എ. കുറുക്കോളി മൊയ്തീൻ ഉന്നയിച്ച സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ഹയർ സെക്കൻഡറി പരീക്ഷാ സമയക്രമം രാവിലത്തേക്ക് മാറ്റുന്നത് മാർച്ചിൽ പരീക്ഷ അവസാനിക്കാത്ത സാഹചര്യമുണ്ടാക്കുകയും ഫലപ്രഖ്യാപനം നീണ്ടുപോകാൻ കാരണമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് തൊണ്ടയിൽ കുപ്പിയുടെ അടപ്പ് കുടുങ്ങി 8 മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ച സംഭവത്തിൽ അസ്വാഭാവികതയില്ലെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ പ്രാഥമിക നിഗമനം. പൊക്കുന്ന് അബീന ഹൌസിൽ നിസാറിന്റെ മകൻ മുഹമ്മദ് ഇബാദാണ് മരിച്ചത്. അസ്വാഭാവികതയുണ്ടെന്ന കുട്ടിയുടെ പിതാവിന്റെ പരാതിയിൽ അന്വേഷണം തുടരുകയാണ് പോലീസ്. 2 വർഷം മുൻപും നിസാറിന്റെ 14 ദിവസം മാത്രം പ്രായമുള്ള മൂത്ത കുട്ടിയും പാൽ തൊണ്ടയിൽ കുടുങ്ങി മരിച്ചിരുന്നു. ആലുവയിൽ യുവതിയെ പെട്രോൾ ഒഴിച്ചു കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതി പിടിയിലായി. മുപ്പത്തടം സ്വദേശി അലിയാണ് ആലുവ പോലീസിന്റെ പിടിയിലായത്. ചൂണ്ടി സ്വദേശി ടെസിയുടെ നേരെയാണ് ഇയാൾ പെട്രോൾ ഒഴിച്ചത്. തന്നെ മൊബൈലിൽ ബ്ലോക്ക് ചെയ്തതിലുള്ള വൈരാഗ്യവും വീട്ടിൽ വരരുതെന്നാവശ്യപ്പെട്ടതുമാണ് ടെസിയെ ആക്രമിക്കാൻ കാരണമെന്നാണ് അലി പോലീസിനോട് പറഞ്ഞത്. വടകരയിൽ 9 വയസ്സുകാരി ദൃശാനയെ കോമയിലാക്കിയ വാഹനാപകടത്തിലെ പ്രതി ഷെജിലിന് ജാമ്യം. വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. വ്യാജരേഖ ചമച്ച് ഇൻഷുറൻസ് തുക തട്ടിയ കേസിൽ ഷെജിലിന് നേരത്തെ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. കുറ്റബോധം ഉണ്ടോയെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഒന്നും പറയാനില്ലെന്നായിരുന്നു ഷെജിലിന്റെ മറുപടി. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമ്പദ് വ്യവസ്ഥയെയും സുരക്ഷയെയും സമൂഹത്തെയും പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണെന്ന് പാരീസിലെ AI ആക്ഷൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 21ാം നൂറ്റാണ്ടിൽ മനുഷ്യവംശത്തിന്റെ കോഡ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് AI എന്നും ആരോഗ്യവും വിദ്യാഭ്യാസവും കൃഷിയും അടക്കം മെച്ചപ്പെടുത്തിക്കൊണ്ട് ദശലക്ഷക്കണക്കിന് പേരുടെ ജീവിതം പരിവർത്തനം ചെയ്യാൻ AI സഹായിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് ശേഷം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെ വിവരങ്ങൾ ഡിലീറ്റ് ചെയ്യരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിനു ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ സംബന്ധിച്ച നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്നും സുപ്രീം കോടതി ചോദിച്ചു. തെരഞ്ഞെടുപ്പിന് ശേഷം EVM മെമ്മറിയും മൈക്രോ കൺട്രോളറുകളും തിരിച്ചെടുക്കാൻ കഴിയാത്തവണ്ണം മറ്റൊരു പ്രോഗ്രാം ഡിസ്കിലേക്ക് മാറ്റുന്നത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ കമ്മീഷൻ നൽകണമെന്നും ബെഞ്ച് നിർദ്ദേശിച്ചിട്ടുണ്ട്. തമിഴ് സൂപ്പർ താരം വിജയ് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനും രാഷ്ട്രീയ നേതാവുമായ പ്രശാന്ത് കിഷോറുമായി തിങ്കളാഴ്ച ചെന്നൈയിലെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തി. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി TVK തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ കൂടിക്കാഴ്ചയെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ ഊഹിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ കോൺഗ്രസിനെതിരെ കടുപ്പിച്ച് CPI. ഇന്ത്യ സഖ്യത്തിന്റെ യോഗം വിളിക്കാത്തത് എന്തുകൊണ്ടെന്ന് D. രാജ ചോദിച്ചു. ഏറെ ചർച്ചകൾക്ക് ശേഷമാണ് ഖാർഗെയെ ചെയർപേഴ്സൺ ആക്കിയതെന്നും സഖ്യത്തിൽ പ്രശ്നങ്ങളുണ്ടെന്നും CPI ജനറൽ സെക്രട്ടറി പറഞ്ഞു. ആരൊപ്പമില്ലെങ്കിലും പണ്ട് ബ്രിട്ടീഷുകാരെ എതിർത്തതുപോലെ BJPയെയും എതിർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയേക്കുമെന്ന് റിപ്പോർട്ട്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ ഭരണകക്ഷിയായ BJPക്ക് ഇതുവരെ സമവായത്തിൽ എത്താനായിട്ടില്ല. ബുധനാഴ്ച BJP MLA-മാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഗവർണർ അജയ് കുമാർ ഭല്ല കേന്ദ്രത്തിന് വിശദമായ റിപ്പോർട്ട് നൽകും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. ജമ്മു കാശ്മീരിലെ അഖ്നൂരിലുണ്ടായ കുഴിബോംബ് സ്ഫോടനത്തിൽ 2 ജവാന്മാർക്ക് വീരമൃത്യു. സ്ഫോടനം നടന്ന പ്രദേശത്ത് ഭീകരർക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെയും ആരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പെട്രോളിംഗിന് പോയ സൈനിക സംഘത്തിലെ ജവാന്മാർക്കാണ് കുഴിബോംബ് സ്ഫോടനത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നതെന്നാണ് വിവരം.
ഭൂമിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ചന്ദ്രനിൽ പോയിട്ട് എന്ത് കാര്യമാണുള്ളതെന്ന് സമാജ്വാദി നേതാവ് അഖിലേഷ് യാദവ്. കുംഭമേളയെ തുടർന്ന് പ്രയാഗ്രാജിൽ അനുഭവപ്പെടുന്ന തീവ്ര ഗതാഗത കുരുക്ക് വിഷയം പാർലമെന്റിൽ ഉന്നയിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുംഭമേളയിൽ പങ്കെടുക്കാനെത്തുന്ന വിശ്വാസികൾ 300 കിലോമീറ്റർ നീളമുള്ള ഗതാഗത കുരുക്കിൽ അകപ്പെട്ടു കിടക്കുകയാണെന്നും ഇതാണോ വികസിത ഭാരതമെന്നും അഖിലേഷ് യാദവ് ചോദിച്ചു. ഡബിൾ എഞ്ചിൻ സർക്കാർ ഡബിൾ മണ്ടത്തരങ്ങളാണ് ചെയ്യുന്നതെന്നും അഖിലേഷ് യാദവ് കൂട്ടിച്ചേർത്തു. കുംഭമേളയിലെ മാഗി പൂർണിമ ദിവസമായ ഇന്ന് പ്രധാന സ്നാനം നടക്കാനിരിക്കെ ട്രാഫിക് മുന്നറിയിപ്പുകളുമായി ഭരണകൂടം. പ്രദേശത്ത് വാഹനങ്ങൾ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. സ്നാനത്തിനായി എത്തുന്ന ഭക്തരുടെ സുരക്ഷ കണക്കിലെടുത്താണ് ഭരണകൂടത്തിന്റെ നടപടി. ഗാസയിൽ ബന്ദികളാക്കിയിരിക്കുന്ന ഇസ്രായേലികളെ ഉടൻ മോചിപ്പിച്ചില്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ റദ്ദാക്കുമെന്ന ട്രംപിന്റെ ഭീഷണിക്കെതിരെ മുതിർന്ന ഹമാസ് നേതാവ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭീഷണി ഗാസ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുമെന്നാണ് ഹമാസ് നേതാവ് സമി അബു സുഹ്രി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് മുൻപ് ബന്ദികളെ കൈമാറിയില്ലെങ്കിൽ ഗാസയിൽ വീണ്ടും യുദ്ധമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. എന്നാൽ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ബന്ദി കൈമാറ്റത്തിനില്ലെന്നാണ് ഹമാസിന്റെ നിലപാട്. അതേസമയം വൈറ്റ് ഹൌസിൽ ട്രംപും ജോർദാൻ രാജാവും തമ്മിലുള്ള കൂടിക്കാഴ്ച തുടങ്ങി. ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിന്റെ അന്തിമ ലിസ്റ്റ് BCCI പുറത്തുവിട്ടു. പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കാത്തതിനെ തുടർന്ന് ജസ്പ്രീത് ബുംറയെ സ്ക്വാഡിൽ നിന്നും ഒഴിവാക്കി. പകരം ഹർഷിത് റാണയെ ടീമിൽ ഉൾപ്പെടുത്തി. ഓപ്പണിംഗ് ബാറ്റർ യശസ്വി ജയ്സ്വാളിന് പകരം സ്പിന്നർ വരുൺ ചക്രവർത്തിയെ ടീമിൽ ഉൾപ്പെടുത്തി. സമീപകാലത്തെ പ്രധാന ടൂർണമെന്റുകളിലെല്ലാം ഇന്ത്യൻ ബൌളിംഗിന് നേതൃത്വം നൽകിയ ബുംറയ്ക്ക് ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിക്കാനായില്ലെങ്കിൽ ടീമിന് തിരിച്ചടിയാകും. ഇംഗ്ലണ്ടിനെതിരായ ഇന്ത്യയുടെ ഏകദിന പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30 മുതൽ. ആദ്യ 2 മത്സരങ്ങളിലും വിജയിച്ച് പരമ്പര സ്വന്തമാക്കിയ ഇന്ത്യ സമ്പൂർണ്ണ വിജയത്തിനായിട്ടാകും ക്രീസിലിറങ്ങുക. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.